എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഏജൻറ്റ് എന്നുള്ള സിനിമനെ ജസ്റ്റ് ഒരു ഒപ്പീനിയൻ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂവിലേക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് പോകാം. അതിനുശേഷം സിനിമേൻ്റെ വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സുരേന്ദർ റെഡ്ഡി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. എഴുതിയിരിക്കുന്നത് വക്കന്തം വംശി സുരേന്ദർ റെഡ്ഡി എന്നിവർ ചേർന്നിട്ടാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അനിൽ സുങ്കര എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. പിന്നെ അതേപോലെ രംബ്രഹ്മം സുങ്കര, ഒരുമാതിരി പേരുകൾ. ഏതായാലും സിനിമാറ്റോഗ്രാഫി റസൂൽ ഇല്ലിയോർ, ജോർജ് സി വില്യംസ്. എഡിറ്റ് ചെയ്തിരിക്കുന്നത് നെവീൻ നൂലി. മ്യൂസിക് ഹിപ്പ് ഹോപ്പ് തമിഴ ബീംസ് സർക്ലോ. പിന്നെ അതേപോലെ പ്രൊഡക്ഷൻ കമ്പനികളായിട്ട് വന്നത് AK എൻ്റർടൈൻമെൻറ്റ്സ്, സുരേന്ദർ 2 സിനിമാസ്. പിന്നെ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ക്രൂ എന്ന് പറയുന്നത്. ഇതിലെ കാസ്റ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ മമ്മൂട്ടി, അഖിൽ അക്കിനേനി, ദിനോ മോറിയ, വിക്രംജീത്ത് വിർക്ക്, സാക്ഷി വൈദ്യ, സുശാന്ത് സിംഗ്, ഡെൻസിൽ സ്മിത്ത്, സമ്പത്ത് രാജ്, രാജീവ് കനകല, മുരളി ശർമ്മ, അനു പ്രഭാകർ, വരലക്ഷ്മി ശരത് കുമാർ, വെണ്ണല കിഷോർ, പോസനി കൃഷ്ണമുരളി, P സായ്കുമാർ, അനീഷ് കുരുവിള, രാജേന്ദർ, ഉർവശി റൗത്താല എന്നിവരൊക്കെയാണ്. അപ്പോൾ നമുക്ക് സിനിമേൻ്റെ വിശേഷങ്ങളൊക്കെ കിടന്നതിന് സത്യം പറയാലോ, എനിക്ക് റോസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്ത് പൊളിക്കാൻ പറ്റിയൊരു സിനിമയാണ് ഏജൻറ്റ് എന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. കഥയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഏജൻ്റ് ആവാൻ ആഗ്രഹിക്കുന്ന, അത്യാവശ്യം എത്തിക്കൽ ഹാക്കിങ്ങും കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു നായക കഥാപാത്രത്തിൻ്റെ പേര് വൈൽഡ് സാല അല്ലെങ്കിൽ റിക്കി, ഇങ്ങനെയൊക്കെയാണ് സിനിമയിൽ കഥാപാത്രത്തിൻ്റെ പേര്. അത് ഈ കഥാപാത്രം ഒരു അവസരത്തിൽ താൻ ആരാധിക്കുന്ന മറ്റൊരു ഏജൻ്റായിട്ടുള്ള മമ്മൂട്ടിയുടെ കഥാപാത്രമായിട്ടുള്ള ദ ഡെവിൾ അല്ലെങ്കിൽ ദ ഗുരുജി എന്നറിയപ്പെടുന്ന മഹാദേവ് എലിയാസിനെ കണ്ടുമുട്ടുന്നതും പിന്നീടുണ്ടാകുന്ന സംഭവങ്ങളും പിന്നെ ഇയാൾക്കൊരു മിഷൻ കൊടുക്കുന്നതും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതിൽ പിന്നെ പ്രധാന കഥാപാത്രമായിട്ട് വന്നിട്ടുള്ള അഖിൽ അക്കിനേനി എന്ന് പറഞ്ഞിട്ടുള്ള ആളെ എനിക്ക് തോന്നി അക്കിനേനി ഫാമിലിപ്പെട്ട ആരോ ഒരു നെപ്പോക്കിഡാണോ സംശയമുണ്ട്. ഏതായാലും മൂപ്പർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു സിനിമ ആണോ സംശയമുണ്ട്. 80 കോടി എങ്ങാണ്ട് മുടക്കിയിട്ട് 20 കോടി പോലും തികച്ച് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടിയ ഒരു അറിവ്. ഏകദേശം 2023 ഇറങ്ങിയിട്ടുള്ള ഈ ഒരു പടം കുറേ കാലം OTTയിൽ ഇറങ്ങാതെ ഇപ്പോൾ അടുത്താണ്, കഴിഞ്ഞ ആഴ്ചയാണ് റിലീസ് ചെയ്തത്. അത് എന്തുകൊണ്ട് OTTയിൽ ഇറങ്ങില്ല എന്നുള്ളത് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇമ്മാതിരി ഒരു അപരാധം പിടിച്ച സിനിമ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ സത്യം പറയില്ല, ഞാനൊരു മമ്മൂട്ടി ആരാധകനാണ്. പക്ഷേ മമ്മൂട്ടി എന്നുള്ള നടന് ഈ അടുത്ത കാലത്തായിട്ട് ഒരു 2-3 വർഷത്തിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ കിടിലെന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രശംസിക്കുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റാണ്. ഭ്രമയുഗം പോലത്തെ പടങ്ങളൊക്കെ കണ്ട് വണ്ടറടിച്ച് നിൽക്കുന്ന തെലുങ്കുമാർക്കും തമിഴ്മാരെയും കന്നഡക്കാരെയൊക്കെ മുമ്പിലേക്കാണ് ഇമ്മാതിരി ഒരു സാധനം കൊണ്ടിട്ട് കൊടുത്തത്. എന്താ പറയുക, നമ്മൾ മാത്രമല്ല അവിടെയുള്ള ആളുകൾ വരെ ചോദിച്ചു ഇത് മമ്മൂട്ടി ആണോ. അമ്മാതിരി ഒരു വൃത്തികെട്ട, അങ്ങനെ പറയാൻ പാടില്ല, എന്നാലും കൂടെ വളരെ മോശം അഭിനയം. സഹിക്കാൻ പറ്റിയിട്ടില്ല മമ്മൂട്ടിൻ്റെ ഇതിലുള്ള ഒരു പെർഫോമൻസ് ആണ്. കാരണം ഞാനും ഈ പറഞ്ഞതുപോലെ തന്നെ നൻപകൽ നേരത്ത് മയക്കവും ഭ്രമയുഗവും ഒക്കെ കണ്ടിട്ട് വണ്ടറടിച്ച് പോയ സമയങ്ങളാണ് ഈ അടുത്ത കാലത്തൊക്കെ കടന്നു വന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇമ്മാതിരി ഒരു പെർഫോമൻസ് കാണുമ്പോൾ സത്യസന്ധമായിട്ട് പറയാമല്ലോ, ഭയങ്കരമായിട്ടൊരു സഹതാപം തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഭയങ്കര മോശം പെർഫോമൻസ്. സാധാരണ ഈ മലയാള നടന്മാരെ മറ്റുള്ള ഭാഷയിൽ കൊണ്ടുപോയി അഭിനയിപ്പിക്കുന്ന സമയത്ത് എന്താ പറയുക, ചെറിയ റോളുകളൊക്കെ കൊടുത്ത് ഒരു വളരെ കുഞ്ഞു റോളുകളിൽ മാത്രമാണ് പൊതുവേ കാണാറുള്ളത്. അത് പിന്നെ ജയറാമൊക്കെ നമുക്കറിയാം കോമാളി വേഷങ്ങൾ വരെ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു നല്ലൊരു ശക്തമായിട്ടുള്ള ക്യാരക്ടറാണ് കിട്ടിയതെങ്കിലും ഈ സിനിമേൻ്റെ അകത്തൊന്നും ചെയ്യാനില്ലാത്തൊരു ക്യാരക്ടറായി പോയി. ഒരുപാട് സമയമുണ്ട് എന്നല്ലാതെ പിന്നെ വേറൊന്നും ഇങ്ങനെ വലിയ രീതിയിൽ ചെയ്യാൻ ഇല്ലയെന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ മലയാളം വേർഷനിൽ ഡബ് ചെയ്ത് മമ്മൂട്ടിയൊന്നും അല്ലാന്ന് തോന്നി. അത് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു സംശയമാണ്, ശരിയാണോന്ന് അറിയില്ല. മുമ്പ് കോമഡി ഉത്സവത്തിലൊക്കെ ഉള്ള വിപിൻ എന്നുള്ള അയാളാണെന്ന് തോന്നി. മോശമല്ല എന്ന് പറയാമെങ്കിലും കൂടെ ഒരു പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ഇത് മമ്മൂട്ടി അല്ല ചെയ്യുന്നതെന്നുള്ളത്. കാരണം ഒരു മമ്മൂട്ടിൻ്റെ ഒരു മോഡുലേഷനോ മമ്മൂട്ടിൻ്റെ ഒരു സ്റ്റൈൽ ഡബ്ബിങ്ങോ കാര്യങ്ങളോ ഒന്നല്ല.
പിന്നെ പൊതുവേ ഡബ്ബിങ് പടങ്ങളിലൊക്കെ ഈ OTT പ്രത്യേകിച്ച് ഇതിന് മുമ്പ് കണ്ട പടങ്ങളിലൊക്കെ ഡബ്ബിങ് വളരെ മോശമാണ്, പ്രത്യേകിച്ച് മലയാളം. ഞാൻ കഴിയുന്നതും തമിഴാണ് കാണാൻ ശ്രമിക്കല്. ഇത് പിന്നെ മമ്മൂട്ടി ഉള്ളതുകൊണ്ട് മലയാളം കണ്ടിരുന്നേ ഉള്ളൂ. അപ്പോൾ ഏതായാലും മമ്മൂട്ടിൻ്റെ കഥാപാത്രം അങ്ങനെയൊക്കെ തന്നെയാണ്. മമ്മൂട്ടിൻ്റെ ഫുൾ ടൈം അഭിനേത ഈ ഒരു ചുണ്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. സീരിയസ് സംസാരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു കാര്യം പിന്നെ ഷൗട്ട് ചെയ്യുമ്പോൾ ദേഷ്യം പിടിക്കുമ്പോൾ എല്ലാ സമയത്തും മമ്മൂട്ടിൻ്റെ ഒരു ചുണ്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ തന്നെ കിടക്കുക. എന്താ അങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല. എന്തോ പിന്നെ ഈ സിനിമയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്ന് അദ്ദേഹം തന്നെ തീരുമാനിച്ചിട്ടാണോ എന്നറിയില്ല. വെറുതെ ഒരു അഭിനയ പ്രാധാന്യം ഇല്ലാത്ത ഒരു കഥാപാത്രം എടുത്തിട്ട് അത് അങ്ങനെ തന്നെ മമ്മൂക്ക ചെയ്ത് പോയിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. പിന്നെ നായകൻ അഖിൽ അക്കിനേലി കണ്ടാൽ തന്നെ അറിയാം ഏതോ ഒരു നെപ്പോക്കിട്ടാന്നുള്ളത്. ഒരഭിനയിക്കാനും ഒന്നും അറിയാത്തൊരു ചെങ്ങായി, കുറേ അലറലും അതും ഇതും ഒക്കെ ആയിട്ട് അങ്ങനെ തുടക്കം മുതൽ അവസാനം വരെ അങ്ങനെ പോകും. പിന്നെ വൈൽഡ് സാല എന്നുള്ളൊരു പേരും ഭയങ്കര പിന്നെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ. 80 കോടി മുടക്കിയൊരു പടം, 80 കോടി നമ്മളെ മലയാളത്തിലുള്ള ബേസിൽ ജോസഫിനോ അല്ലെങ്കിൽ അങ്ങനത്തെ നല്ല ഡയറക്ടേഴ്സിന് കൊടുത്തു കഴിഞ്ഞാണല്ലോ നല്ലൊരു മുത്ത് പോലത്തെ പടം നിങ്ങൾക്ക് എടുത്തരും. കാരണം പിന്നെ തെലുങ്കിലൊക്കെ ഉള്ള നിർമ്മാതാക്കളോടാണ് പറയാനുള്ളത്, അതിൻ്റെ പകുതി മുടക്കി കഴിഞ്ഞാൽ നല്ല പടം, 1 രൂപ പോലും കയ്യിൽ നഷ്ടം വരുത്താതിരിക്കും നല്ലൊരു കിടിലം പടം നിങ്ങൾക്ക് എടുത്തു വരും. അമ്മാതിരി ടെക്നോളജി വളർന്നു നിൽക്കുന്ന സമയത്ത് ഇമ്മാതിരി ഒരു പടം എടുത്ത് വെച്ച് ഇതിലുള്ള VFXും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ എന്താ പറയുക. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞോളൂ, റോസ്റ്റ് ചെയ്യാൻ അറിയെങ്കിലും നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്ത് പൊളിക്കാനുള്ള സംഭവമുണ്ട്. പിന്നെ നമ്മുടെ ഫിലിമി ചെക്കിൻ്റെയും റീലോഡ് റോസ്റ്റിൻ്റെയൊക്കെ റോസ്റ്റുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഒരു റോസ്റ്റ് ഞാൻ കണ്ട്, ചാനലിൻ്റെ പേര് ഞാൻ മറന്നു, ഏതായാലും ഒരു റോസ്റ്റ് ഞാൻ കണ്ട് നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഇവരാണല്ലോ സിനിമ റോസ്റ്റിങ്ങിൻ്റെ മെയിൻ ആൾക്കാർ. ഇവരെ റോസ്റ്റിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇവരെ എന്തൊക്കെ അതിൽ പറയാൻ പോകുന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട്. ഏതായാലും അങ്ങനെയൊക്കെയാണ് പടത്തിൻ്റെ ഒരു കിടപ്പ്. എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ എന്ന് പറയുമല്ലോ, എന്തിനോ വേണ്ടി തട്ടിക്കൂട്ടിയൊരു പടം, ഒരു നെപ്പോക്കിഡിനെ ഇൻഡസ്ട്രിയിൽ ഇറക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയൊരു പടം. അത് ഒരു സൗത്ത് ഇന്ത്യ മൊത്തത്തിൽ അത്യാവശ്യം ഒരു റണ്ണ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് മമ്മൂട്ടിനെ കൊണ്ടിട്ടു. തമിഴ്നാട്ടിലും കേരളത്തിലും അത്യാവശ്യം മമ്മൂട്ടിക്ക് ഫാൻ ബേസ് ഉണ്ട് എന്ന് അറിയുന്നത് കൊണ്ടായിരിക്കാം മമ്മൂട്ടിനെ ഇതിൽ പ്രധാന ഒരു കഥാപാത്രമായിട്ട് കൊണ്ടുവന്നതിനപ്പുറത്തേക്ക് വേറൊന്നും തന്നെ ഇല്ല. എന്തോ കുറേ സമയം വെറുപ്പിച്ച് എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇല്ലാത്തൊരു പടം. ഏതായാലും എന്തുകൊണ്ടാണ് ഇത്രയും OTT വൈകി എന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലായി. ഏതായാലും കാണണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒന്ന് കണ്ടു നോക്കുക. എല്ലാ പടങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണത്, നല്ല പടങ്ങൾ മാത്രം കണ്ടാൽ പോരല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പടങ്ങളൊക്കെ കാണണം. അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഒപ്പീനിയൻ. കാര്യമായിട്ടുള്ള കഥയിലേക്കൊന്നും പോകുന്നില്ല, കഥയൊന്നും ഇല്ല, ചുമ്മാ ഏജൻറ്റ് പടം എന്നുള്ള പേരിൽ സ്ഥിരം പരിപാടി. തമിഴിലും തെലുങ്കിലും ഉണ്ടാകുന്ന കുറേ ഇടി വെടി പുക വെട്ടിക്കുത്തി ഈ സംഭവം തന്നെ, വേറൊന്നും പ്രത്യേകിച്ചില്ല. മാസാക്കാൻ നോക്കി വെറും കോമഡിയായി മാറി എന്ന് വേണേ നമുക്ക് ഒരു ചുരുക്കത്തിൽ പറയാം. അതൊക്കെ തന്നെ. അപ്പോൾ ഇതൊക്കെയാണ്, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.